ഫിഷ് കട്ട്ലറ്റ് നല്ലൊരു സ്നാക്കാണ്. ഇത് സ്നാക്കായിട്ടോ അല്ലെ സൈഡ് ഡിഷായിട്ടോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഫിഷ് കട്ട്ലറ്റ്. അപ്പോൾ ഫിഷ് കട്ട്ലറ്റ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണാം എൻ്റെ വേർഷനിൽ. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഫിഷ് കട്ട്ലറ്റ് ഞാൻ ഇന്ന് കാണിക്കുന്നത് 1/2 കിലോ മീൻ വെച്ചിട്ടാണ്. നമുക്ക് ആദ്യം ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പൊട്ടേറ്റോ ഒന്ന് പുഴുങ്ങി വെക്കാം. ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ഗ്രാം പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. ഒരു 4 മീഡിയം സൈസ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് വേവുന്ന വരെ വേവിച്ചെടുക്കുക. അടുത്തായിട്ട് നമുക്ക് മീൻ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ട്യൂണയാണ്. 1/2 കിലോ ട്യൂണ. ഏത് മീൻ വെച്ചിട്ടും ഉപയോഗിക്കാം. മോത, വറ്റ, നിമ്മീൻ, ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ കട്ട്ലറ്റ്സ് ഉണ്ടാക്കാം. ക്ലീൻ ചെയ്ത ശേഷം 1/2 കിലോ ആണുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വെള്ളം, അതുപോലെ കുറച്ച് വിനീഗർ കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മീൻ വെന്തോന്ന് ചെക്ക് ചെയ്യാം. മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. ഫുൾ വെള്ളം പറ്റി ഡ്രൈ ആക്കി എടുക്കുക. തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. വെള്ളം മൊത്തം പറ്റി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുമ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഉടച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഫൈൻ പീസസ് ആക്കണം. അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിനകത്ത് ഇട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഉടച്ചെടുക്കുക. മീൻ ഇവിടെ നന്നായിട്ട് ഉടച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ കനോള ഓയിലോ ഏത് എണ്ണയും ഉപയോഗിക്കാം. നമ്മൾ നാടൻ ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇവിടെ എണ്ണ ചൂടായി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒപ്പം തന്നെ ഒരു 4-5 ഉലുവ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്. തീ കുറച്ച് വെക്കുക. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. ഒരു 3 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. അഞ്ച് ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്. പച്ചമുളക് ആവശ്യത്തിന് ഇടാം. എരിവ് കണക്കാക്കി ഇടുക. എൻ്റെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൂടാതെ 2 വലിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത്. സവോളയുടെ വെയിറ്റ് പറയാൻ ഏകദേശം 250 ഗ്രാം സവോള ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക. സോഫ്റ്റ് ആകുന്ന വരെ വഴറ്റിയെടുക്കുക. സവോള വഴറ്റുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റുക. ഇവിടെ സവോളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ചെറിയൊരു ബ്രൗൺ ടിൻ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ ഇടാം. കുരുമുളക് പൊടി ആവശ്യത്തിന് ഇടാം. നമ്മൾ മീൻ വേവിക്കാൻ നേരത്ത് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്തു. നമ്മൾ മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കാറില്ല. അതുകൊണ്ട് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഫ്ലേവർ ആയിരിക്കും ഇതിനകത്ത് മുമ്പിൽ. ഇതിലേക്ക് മീൻ ചേർക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവറും മീനും തമ്മിൽ നന്നായിട്ടൊരു ബ്ലെൻഡ് ആവണം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. ഗരം മസാലയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ മതി. 1/2 ടീസ്പൂൺ ഗരം മസാല. വളരെ കുറച്ച് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്. വളരെ കുറച്ച് ഇത്രയും ക്വാണ്ടിറ്റി ചേർക്കാം. ഒരു 1/8 ടീസ്പൂൺ തന്നെ ഇല്ല. 1/4 ടീസ്പൂണിൻ്റെ പകുതി തന്നെ ഇല്ല. വളരെ കുറച്ച് 2 ഞുള്ളെന്ന് പറയാം. അത്രയും ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അതുകൂടി അതിലേക്ക് ചേർക്കാം. ഇപ്പോൾ എരിവും ഒക്കെ പാകത്തിനാണ്. പെപ്പറിൻ്റെ പൊടി എപ്പോഴും നിങ്ങളുടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ ഇത് പാകത്തിനാണ്. പൊട്ടിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആവും. ഇത് ഓഫ് ചെയ്യുവാണ്. നമുക്കിതിനകത്ത് ഇനി കിഴങ്ങ്
ചൂടാറിയ ശേഷം ഇതിനകത്തേക്ക് ചേർക്കണം. രണ്ടും ഒന്ന് കൂളാവണം, എന്നാലും നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചെക്ക് ചെയ്യാം. പൊട്ടയും വെന്തിട്ടുണ്ട്. രണ്ടും ഒന്ന് കൂളായ ശേഷം ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക. പൊട്ടറ്റോ എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ചേർത്തു. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് ഒരു പൊടിക്ക് കുറവാണ്. ഉപ്പും ആഡ് ചെയ്യാം, ഇച്ചിരി പെപ്പർ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ പെപ്പറും കൂടെ ചേർത്തു. കുറച്ച് ഉപ്പൂടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ അതേക്ക് മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില നല്ലൊരു പിടി ഇടാം. മല്ലിയില നല്ലൊരു ഫ്ലേവറാണ്. ഞാനിവിടെ ഇന്ന് കറിവേപ്പില മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്ന് ഓരോ ചെറിയ ഈ സൈസിലുള്ള കട്ട്ലറ്റ്സ് ആക്കുക. അത് ഓവൽ ഷേപ്പിലാക്കാം, റൗണ്ട് ആക്കാം, നമ്മുടെ ഇഷ്ടം പോലെ. ഇതേപോലെ ബാക്കിയുള്ള എല്ലാം ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മൾ കട്ട്ലറ്റ്സ് എല്ലാം ഷേപ്പ് ചെയ്തു. ഈ അളവിൽ എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഒരു 17 എണ്ണമാണ്. 1/2 കിലോ ഫിഷിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇനി അവിടെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഓരോ കട്ട്ലറ്റും എടുത്ത് അടിച്ച മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്യുന്നു. മുട്ട എടുക്കുമ്പോൾ ഫുൾ മുട്ടയായിട്ട് എടുക്കാം, മുട്ടയുടെ വെള്ള തന്നെ എടുക്കാം. മുട്ടയുടെ വെള്ള തന്നെ എടുക്കുമ്പോൾ അഡ്വാൻറ്റേജ് നമ്മൾ എണ്ണ പതയാണ്ടിരിക്കും. ഉണ്ണിയും കൂടെ ചേർത്ത് അടിക്കുമ്പോൾ ചില സമയത്ത് എണ്ണ പതഞ്ഞ് വരാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ മുട്ടയുടെ വെള്ള തന്നെ ഉപയോഗിക്കാം. അപ്പോൾ സെയിം കൈ ഉപയോഗിക്കാണ്ടിരിക്കുക. ഉപയോഗിച്ചിരുന്ന അതിനെല്ലാം എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരുപാട് ബ്രെഡ് ക്രംസ് എല്ലാം വേസ്റ്റേജ് വരും. ഇതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫോക്കും സ്പൂണും കൂടെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇതേപോലെ ഡിപ്പ് ചെയ്ത് മാറ്റാം. ഇതേപോലെ എല്ലാ കട്ട്ലറ്റ്സും ആദ്യം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റി വെക്കാം. നമ്മൾ കട്ട്ലറ്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചു. ഇങ്ങനെ എടുത്ത് ഫ്രീസറിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. 1-2 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ അപ്പം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത് കാണിക്കാം. എണ്ണ ചൂടായി, നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രൗൺ ആകുമ്പോൾ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. എല്ലാം കുക്ക്ഡ് ആണല്ലോ, പുറം മാത്രം ഒരു കുക്കായാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഏറ്റവും മാക്സിമം തീയിലാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കേര ഉപയോഗിച്ചു, ട്യൂണ ഉപയോഗിച്ചു. അതിന് പകരം ഇവൻ മത്തി വെച്ചിട്ടൊക്കെ കട്ട്ലറ്റ് ഉണ്ടാക്കും. മത്തിയൊക്കെ ആകുമ്പോൾ എപ്പോഴും മുള്ളിൻ്റെ അളവ് കണക്കാക്കി വേണം എടുക്കാനായിട്ട്. ക്വാണ്ടിറ്റി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കൂടുതൽ എടുക്കണം. മുള്ളുള്ള മീൻ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ എടുക്കുക. ഞാനിപ്പോൾ 1/2 കിലോ എടുത്തത് മുള്ളില്ലാത്ത മീനാണ്. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി നമുക്ക് എടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടാണല്ലോ ഷേപ്പ് ചെയ്തത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ അളവ് വേണമെങ്കിൽ ഒന്നെങ്കിൽ മെഷറിംഗ് കപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഒരേ അളവിൽ കിട്ടും. അല്ലെങ്കിൽ റിംഗ് മോൾഡ് കിട്ടുമല്ലോ, വട്ടത്തിലുള്ള മോൾഡ് പോലെ കിട്ടും. അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ എല്ലാത്തിനും സെയിം ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം.
ഈ ബാച്ചുമായി എടുക്കാം. നമ്മൾ ഫിഷ് കട്ട്ലറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. എൻ്റെ ടെക്സ്ചർ നോക്കിക്കഴിഞ്ഞാൽ പുറം നല്ല ക്രിസ്പും അകം നല്ല സോഫ്റ്റ് ടെക്സ്ചറുമാണ്. കാണിക്കാം. ഇതേപോലെ കിട്ടും, അകം ഇങ്ങനെ ഇരിക്കും. അപ്പം എരിവ് എല്ലാം നമുക്ക് പാകത്തിനാണ്. പെപ്പറിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി കട്ട്ലറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് 17 എണ്ണം കിട്ടുമല്ലോ. അപ്പോൾ ആവശ്യമുള്ളത് ഫ്രൈ ചെയ്യുക, ബാക്കിയെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നീട് ഒരു ദിവസം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്ക് ഹൈ ഫ്ലെയിമിലിടുക, ഒത്തിരി ലോ ഫ്ലെയിമിലിട്ടാൽ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.